ഇന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതായത് IT ഇൻഡെക്സ് ആണ് ഏറ്റവും കൂടുതൽ ഡ്രാഗ് ചെയ്യുന്നതെന്ന്. IT ഇൻഡെക്സിനെ സംബന്ധിച്ചിട്ട് തീർച്ചയായിട്ടും ഒരു ഹെൽത്തി ആയിട്ടൊരു കറക്ഷനിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ HCL ടെക് ഓഹരി, ITയിലെ ഒരു ഭീമനായിട്ടുള്ള HCL ടെക്കിനെ സംബന്ധിച്ചിട്ടും രണ്ട് ന്യൂസുകളാണ് എത്തിയിട്ടുള്ളത്. പൊതുവെ പോസിറ്റീവായിട്ടുള്ള രണ്ട് ന്യൂസുകളാണ് വന്നിരിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് സൂചിപ്പിക്കുമ്പോൾ AI കൂടുതലായിട്ടുള്ള അഡ്വാൻസ്മെൻറ്റിനായിട്ട് കമ്പനി ഒരു ഏറ്റെടുക്കൽ നടത്തിയിരിക്കുന്നു എന്നാണ് എക്സ്ചേഞ്ച് ഫയലിംഗിൽ അറിയിച്ചിരിക്കുന്നത്. അവരുടെ ഒരു സബ്സിഡിയറി ആമായിട്ടുള്ള HCL സോഫ്റ്റ്വെയർ വൂബി എന്നൊരു സ്റ്റാർട്ടപ്പിനെ, ബെൽജിയം ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പിനെ ഏറ്റെടുക്കുകയാണ്. പ്രധാനമായിട്ടും ഈ ഒരു AI റിലേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. അതിനോടൊപ്പം തന്നെ കമ്പനിയുടെ മറ്റൊരു ബിസിനസ് ഡിവിഷൻ ആയിട്ടുള്ള ഈ HCL സോഫ്റ്റ്വെയർ തന്നെ ജാസ്പർ സോഫ്റ്റ് എന്നൊരു കമ്പനിയും അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ചില ഏറ്റെടുക്കൽ കൂടി നടത്തിയിട്ടുണ്ട്. ക്ലൗഡ് സോഫ്റ്റ്വെയർ ഗ്രൂപ്പിൻ്റെ ഒരു പാർട്ടാണ് ഈ ഒരു ജാസ്പർ സോഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഏറ്റെടുക്കലും നടത്തിയിരിക്കുന്നു എന്നാണ് എക്സ്ചേഞ്ച് ഫയലിംഗിൽ അറിയിച്ചിരിക്കുന്നത്. ഏകദേശം $240 മില്യൺ ഏറ്റെടുക്കലാണ് നടത്തിയിരിക്കുന്നത്. ഏതായാലും ഈ പോസിറ്റീവ് വാർത്തകളുടെയൊക്കെ ഒരു പിൻബലത്തിലായിരിക്കണം ഇന്നിപ്പോൾ വലിയ തോതിൽ IT ഇൻഡെക്സിൽ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ പോലും ഒരു 0.5% നഷ്ടം മാത്രമാണ് രേഖപ്പെടുത്തി. കാര്യമായ തോതിലുള്ള സെല്ലിംഗ് പ്രഷറിലേക്ക് HCL ടെക് ഓഹരികൾ നീങ്ങിയിട്ടില്ല. സോ HCL ടെക്കിലുള്ള ഒരു അനലിസ്റ്റുകളുടെ ഒരു ഭാഗത്തു നിന്നുള്ളത് എങ്ങനെയാണ്? HCL ടെക്കിനെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് 7 days ആയിട്ട് കണ്ടിന്യൂസ് പ്രൈസ് കോൺട്രാക്ഷൻ ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്യുന്നത്. അതായത് ഒരു ബോക്സ് പാറ്റേൺ ആണ് കറന്റ് ഫോം ചെയ്തിട്ടുള്ളത്. 1648 എന്നത് നിയർ ടേം സപ്പോർട്ട് സോണായും അതുപോലെ 1688 എന്നത് ഒരു ഹയർ ലെവലിൽ ഒരു റിജക്ഷൻ സോണായും കറന്റ് ആക്ട് ചെയ്യുന്നുണ്ട്. റീസെൻ്റ്ലി 19th ഡിസംബറിൽ ഒരു ഷേക്ക് ഔട്ട് ക്യാൻഡിൽ ഫോം ചെയ്ത് പ്രോപ്പർ റിക്കവറി ക്യാൻഡിലാണ് നെക്സ്റ്റ് ഡേ ഫോം ചെയ്തത്. ഇന്നും വീണ്ടും ഒരു നേരിയ തോതിലുള്ള ഇടിവ് 0.62% ഇടിവ്, അതായത് കണ്ടിന്യൂസ് പ്രൈസ് കോൺട്രാക്ഷൻ ആണ് ലഭിക്കുന്നത്. 168 എന്ന മേഖല മറികടക്കാൻ സാധിച്ചാൽ മേ ബി ഒരു മൊമെൻ്റം കാൻഡിഡേറ്റായി HCL ടെക് മാറാനുള്ള ഒരു പോസിബിലിറ്റിയുമുണ്ട്. കറൻ്റ് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം കറൻ്റ് ഒരു റാലി അറ്റംപ്റ്റിൽ സ്റ്റേറ്റിലാണ് ഈ ഒരു ഓഹരി ട്രേഡ് ചെയ്യുന്നത് പറയാൻ സാധിക്കും. കൂടാതെ 10th നവംബറിലാണ് IT ഇൻഡെക്സിൽ ഒരു പ്രോപ്പർ ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ഫോം ചെയ്തത്. സെയിം ഡേ തന്നെ HCL ടെക്കിലും ഒരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ഫോം ചെയ്ത് കണ്ടിന്യൂസ് ഒരു സ്ട്രോങ് റാലിയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്.